മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് 12 തിങ്കളാഴ്ച, വൈശാഖ പൗർണമി ദിനം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. വൈശാഖ പൂർണിമ തന്നെയാണ് ബുദ്ധപൂർണിമ എന്ന് ആഘോഷിക്കപ്പെടുന്നത്. ഇന്ന് വിശാഖം നാളിലാണ് ഇന്നത്തെ പൗർണമി. അതാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൈത്രത്തിൽ നിന്നാണ് സംസ്കൃത മാസങ്ങൾ തുടങ്ങുന്നത്. ചൈത്രം എന്ന് പറഞ്ഞാൽ ചിത്തിര നാളിൽ പൗർണമി വരും. അപ്പോൾ ഇന്ന് വിശാഖം നാളിലാണ് പൗർണമി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം മാറുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു സംശയം ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സങ്കല്പം എന്താണ്. ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചത് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഫുഡ് കൾച്ചർ കാര്യം. ഞാൻ ഉള്ളി സവാള കഴിയുന്നത് ഇല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യണോ ഈ സങ്കല്പം ഇതിന് വേണ്ടിയിട്ട്, കാർമ്മിക കുറയാൻ എന്നൊക്കെ ചോദിച്ചു. ഇത് ഉള്ളി സവാളയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മുമ്മ, അച്ഛൻ്റെ അമ്മ, ഞങ്ങളുള്ളമ്മ എന്ന് പറയും. അമ്മുമ്മ ഞങ്ങളുടെ പുരോഹിത കുടുംബത്തിലെ ആളായിരുന്നു. അപ്പോൾ അമ്മുമ്മ ഉള്ളി സവാള കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മുമ്മയുടെ ഫുഡ് ഹാബിറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ സഹോദരിക്ക് അതില്ല, എൻ്റെ അച്ഛനൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ അമ്മുമ്മയുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ് കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. എൻ്റെ മക്കളും ഉള്ളി സവാളയൊക്കെ കഴിക്കും കേട്ടോ, വൈഫ് കഴിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ട് എനിക്കിപ്പോൾ അത് ഉള്ളി സവാള കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. അഥവാ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ പോയാൽ ഉള്ളിത്തീയൽ അതൊന്നും ഞാൻ കഴിക്കുകയില്ല. ഇപ്പോൾ സവാള ഇടാണ്ട് സാമ്പാറൊന്നും കിട്ടുകയില്ല. അപ്പോൾ അത് ചാറ് കുറച്ച് ഇത് വെച്ച് കഴിച്ചിട്ട് പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അത് കഴിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് സാധാരണ ഈ ഹരേ രാമ ഹരേ കൃഷ്ണ ഇസ്കോൺകാർക്കൊക്കെ അറിയാതെ. നമ്മളത് അതിനൊരു അസിഡിക് സ്വഭാവമുണ്ട് ഈ സവാളയ്ക്ക് എന്ന് തോന്നുന്നു. എൻ്റെ ഇത് വെച്ച് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തികട്ടൽ വരും അതിൻ്റെ. അതാണ് എനിക്ക് ആഗ്രഹിച്ചാൽ പോലും അത് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അത് ഭയങ്കരമായിട്ട് കൂടി. ആ ഒരു എന്താണ്, പണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയെ. അപ്പോൾ പണ്ടും ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഇത് വരുമ്പോൾ ഞാൻ മധുരം കഴിക്കുകയാണ്. ഇപ്പോഴും അതാണ്. പക്ഷേ ഇവിടെ ബോംബെ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോംബെ ഞങ്ങൾ രാവിലെ ഇവിടെ താമസിക്കുന്നിടത്ത് മോനും 2 കൂട്ടുകാരും അവരൊരു 3 BHK ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞങ്ങളും ഇത് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രിയിൽ ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇവിടെ ഉച്ചയ്ക്ക് മാത്രമാണ് പുറത്ത് എവിടെ എങ്കിലും ഇവിടെ ജെയിൻ ഫുഡ് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. ജെയിൻ ഫുഡിൽ ഉള്ളി സവാള എടുക്കാല്ല, അവർ ഭൂമിക്ക് താഴെയുള്ള ഒന്നും എടുക്കാല്ല. അപ്പോൾ ഈ സങ്കല്പത്തിന് ഇതൊന്നും ഇത് ചെയ്യണമെന്നുള്ള ഫുഡ് കൾച്ചറിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ വെജിറ്റേറിയൻസ് ആയാലും നല്ലത്. ഇപ്പോൾ എല്ലാവരും വെജിറ്റേറിയൻ ആയാലും പറ്റുകയല്ലോ. നോൺ കഴിക്കാനും കുറേയൊക്കെ ആൾക്കാർ വേണ്ട. പക്ഷേ നോൺ എപ്പോഴും കാർമ്മികം വരുത്തുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതീയ പാരമ്പര്യം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവർക്കും സർപ്പക്കാവുകളുണ്ട് അല്ലേ. അതുപോലെ കുടുംബദേവതകളുണ്ട്, മൂലകുടുംബ ദേവതകളുണ്ട്, അല്ലെങ്കിൽ ഗ്രാമദേവതകളുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു സങ്കല്പ ശക്തിയിലാണ് അത് വർക്ക് ചെയ്യണം. കാര്യം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ മിനിമം ഒരു 3-4 തലമുറയ്ക്ക് മുമ്പായിരിക്കും പല ക്ഷേത്രങ്ങളും, ചിലപ്പോൾ അതിലും മേലായിരിക്കും. അപ്പോൾ അവിടെ അത് പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു സങ്കല്പം കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഗ്രാമത്തിലോ അല്ലെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു കുടുംബക്ഷേത്രമായിരുന്നിരിക്കാം. അത് പുരോഗമിച്ച് ഗ്രാമക്ഷേത്രമാകാം. പക്ഷേ ആ ഗ്രാമക്ഷേത്രത്തിൽ നിന്നും മാറി അത് ആ സ്ഥലത്തെ, ഇപ്പോൾ സംസ്ഥാനത്തെ, ഇപ്പോൾ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെയൊക്കെ അത് ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമത്തിലെ ക്ഷേത്രമായിരുന്നിരിക്കും ഒരു 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ അത് മാറി. അപ്പോൾ അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്ന് ആരെന്ത് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ആ അഭീഷ്ടം സാധിക്കണമെന്നുള്ള ആ സങ്കല്പ ശക്തി പ്രയോഗിച്ചിട്ടാണ് തന്ത്രിവര്യരും മറ്റ് മേൽശാന്തിയും ബാക്കി ആൾക്കാരും എല്ലാം കൂടി അത് ചെയ്യുന്നത്. അതിൻ്റെതായ ഷടാധാര പ്രതിഷ്ഠകൾ, വാസ്തുവിധി പ്രകാരം ക്ഷേത്രം ഉണ്ടാക്കി ജലാധിവാസം തുടങ്ങി 41 ദിവസത്തേക്ക് ഈ വിഗ്രഹം ഇത് ചെയ്യുന്നുണ്ട് കൃഷ്ണശിലയിൽ. അത് പ്രത്യേക തരത്തിലുള്ള ശിലകളാണ്. അതിലൊക്കെ പ്രാഗൽഭ്യമുള്ള ആശാരിമാരുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഒരു വിഗ്രഹവും അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അതിൽ സങ്കല്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുതുനൂറ്റാണ്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ എല്ലാവർക്കും
പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ കാണും. അപ്പോൾ അവിടെ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും, നിങ്ങൾ ദൂരനാടുകളിലാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പോയി അവിടെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക, ഒരിക്കലും പരാതി പറയരുത്. നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരാതികളാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കിയത്, പല കോഴ്സുകൾക്ക് പോയി ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നമ്മൾ കോൺഷ്യസ്ലി ബോധമനസ്സ് വെച്ച് പറയുന്ന ഒരു കാര്യം ഉപബോധ മനസ്സിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഉപബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിൽ പോയി പിന്നെ പ്രപഞ്ചബോധ മനസ്സിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത്. പ്രപഞ്ചബോധ മനസ്സെന്ന് പറയുന്നതാണ് ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ മനസ്സെന്ന് പറയാം. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ശക്തിക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ ശക്തിക്ക് രൂപം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് തീർത്ത് പറയാൻ പറ്റുകയില്ല. അതാണ് അവസ്ഥ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരീയ ചൈതന്യമായിട്ട് അവതാരപ്പിറവികൾ അല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ട് നിറയെ ആൾക്കാർ ജന്മമെടുത്തിട്ട് അവർ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ ജനതതികളിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കുറഞ്ഞ അറിവ് വെച്ചിട്ട് നമുക്കൊന്നും വിശകലനം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ മനസ്സെന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഈ ശരീരം വിട്ടാലും നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ ശരീരം വിടുമ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം നിൽക്കും, പക്ഷെ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങൾ അതുപോലെ നിൽക്കും. അത് വേറൊരു വിഷയം പിന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സങ്കല്പശക്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ സങ്കല്പിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് അല്ലാത്തതോ ആയ കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യന് എപ്പോഴും ഭയം എന്നുള്ള വികാരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. സന്തോഷം എന്നുള്ള വികാരത്തെക്കാളും ഭയം, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് അത് ഓവർ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സന്തോഷകരമായ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. ഇത് കുറേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തന്നെ ചിന്താ രീതികളിൽ മാറ്റം വരും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും നടക്കുന്നില്ല. ഇത് റെഗുലർലി ഇതിൻ്റെ അഭ്യാസങ്ങൾ വേണം. അപ്പോൾ അത് നമ്മൾ തന്നെ മാറണം. നമ്മൾ പലവിധ കോഴ്സുകൾക്ക് പോയത് കൊണ്ട് അവിടെ നിന്നൊരു ദീക്ഷ എടുത്തു അല്ലെങ്കിൽ അവിടെ നിന്നൊരു കോഴ്സ് ചെയ്തു, അത് ചെയ്താൽ ഇത് മാറും എന്ന് പറയാൻ പറ്റില്ല. അതിൽ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യണം. ഞാൻ പല കോഴ്സുകൾ പോയത് വെച്ച് പറയുകയാണ്. അതിൽ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യണം, മനസ്സിലായേ? അപ്പോൾ സങ്കല്പശക്തി നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്, തീവ്രമായിട്ട് ചിന്തിക്കുന്ന കാര്യം ഈ പ്രപഞ്ചം നടത്തിത്തരും. അതാണ് ലളിതമായിട്ട് പറഞ്ഞ സങ്കല്പശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, നമ്മൾ തീവ്രമായിട്ട് പോസിറ്റീവായ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് എങ്കിൽ അത് നടന്നിരിക്കും. അത് ഇന്ന് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നാളെ നടക്കണമെന്ന് പറയരുത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിത്ത് ഇപ്പം പെട്ടെന്ന് എന്താണ് ചീരയെന്ന് പറയാം, അല്ലേ? നമുക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ചീര, വെണ്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വിത്തിന്ന് ഇതൊന്ന് വെച്ച് നാളെ തന്നെ കിളുക്കണമെന്നില്ല. അതിൻ്റെതായ സമയം പിടിക്കുക. അത് വളർന്നു വരാനായിട്ട് അതിൻ്റെതായ സമയം പിടിക്കുക. അതുപോലെ സങ്കല്പം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. എന്നിട്ടും പിന്നെ ഈ സങ്കല്പം എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ആ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർമ്മികമുണ്ട്. നമ്മൾ കാർമ്മികം കുറേ അധികം അനുഭവിച്ചു വരണം. എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഈ സങ്കല്പശക്തി വെച്ച് പൂജകളും ഹോമവും ആവാഹനവും ഒക്കെ നടത്തിയിരുന്ന ആളാണ് തിരുമേനി, ബ്രഹ്മശ്രീ കൃഷ്ണയമ്പ്രാന്തിരി തിരുമേനി. അന്ന് അദ്ദേഹം പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സത് അനുവദിക്കുന്നില്ല. കാര്യം മനസ്സ് കാർമ്മികം ആയ കുറേ കാര്യങ്ങൾ അനുഭവിച്ച് തീർക്കാനുണ്ട്. ആ അനുഭവത്തിലൂടെ പോകുമ്പോഴേ ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാവുള്ളൂ. ആ കാർമ്മികമായിട്ട് കുറേ കാര്യങ്ങൾ അനുഭവിച്ച് തീർത്ത് പിന്നെ ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കാൻ മൈൻഡ് പവർ തൊട്ടുള്ള ക്ലാസ്സുകൾക്ക് പോയി. മനസ്സ് എന്തുകൊണ്ട് ആകുലപ്പെടുന്നു, എന്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു എന്നറിയാനായിട്ട് പല ക്ലാസ്സുകൾക്ക് പോയി. ഇപ്പോൾ മൈൻഡ് പവർ ക്ലാസ്സിന് പോയപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അത് കഴിഞ്ഞ് ഹിപ്നോട്ടിസം പോയി. അത് കഴിഞ്ഞ് റൈസപ്പ് എന്ന് പറഞ്ഞ കോഴ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് തേർഡ് ഐ ദീക്ഷ എടുക്കുമ്പോൾ നമുക്ക് ആ വൈബ്രേഷൻ അറിഞ്ഞു തുടങ്ങി. ആജ്ഞാചക്രത്തിൻ്റെ വൈബ്രേഷൻ ആയിട്ട് അറിഞ്ഞു തുടങ്ങി. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്കും വൈബ്രേഷൻ അറിയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ അറിയുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻജന്മമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കിട്ടണത്. എനിക്ക് ആ ദീക്ഷ എടുത്തപ്പോഴും അത് കിട്ടിയത് എൻ്റെ മുൻജന്മമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. കാര്യം എല്ലാവർക്കും അതുപോലെ കിട്ടുന്നില്ല, മനസ്സിലായി? ആ കിട്ടിയ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പോയതിന് ശേഷം ഇത് പറഞ്ഞിട്ട് പോയ 7-8 പേരുണ്ട്. എല്ലാവർക്കും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അത് 3-4 പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുൻജന്മമായിട്ടുള്ള കണക്ഷനാണ്. പിന്നെ ഈ ജന്മത്തിലെ ജീവിത രീതികളും അതിനൊരു ഘടകമാണ്.
ആ ഒരിതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നാദദീക്ഷ അതിന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രിയായോഗയുടെ ആ കാര്യങ്ങൾ ബേസിക് അത് ഡയറക്റ്റ് എടുത്തിട്ടില്ല, ഓൺലൈനിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ഞാൻ ഈ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തു പോയപ്പോൾ എനിക്ക് മനസ്സിലായി, തിരുമേനി പറഞ്ഞ സങ്കല്പ ശക്തി എന്ന തലത്തിലേക്ക് പോകാൻ ഇപ്പോഴത്തെ ഒരു മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ ഞാൻ ഈ ഉപാസനകളിലേക്ക് എത്തി. ഈ ഉപാസനകളാണ് പവറെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഉപാസനകളാണ് പവറെന്ന് നമുക്ക് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആചാര്യന്മാരില്ലാത്തതാണ് ഒരു പ്രശ്നം. നിങ്ങൾ നാമം ചൊല്ലിക്കോ, നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷെ അത് ചെയ്യുമ്പോഴെന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇതിന് എത്രമാത്രം ഫലപ്രദമായി പറഞ്ഞു കൊടുക്കുന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് ഏതായാലും പോട്ടെ. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ തീവ്രമായിട്ട് വിചാരിക്കുകയും അത് സംഭവിക്കുന്ന 101% ഉറപ്പോടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതാണ് സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കൂടുതലും പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് വരുന്ന കോളുകളിലെ 99% പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ പേടിയാണ്, മനുഷ്യന് പേടിയാണ്. ആരെയൊന്നും ആ പേടി എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ കാർമിക് ഡെപ്സ് ആണ്. അതാണ് കാര്യം. തൽക്കാലം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ ബോംബെയിലാണുള്ളത്. ഇന്ന് ഞങ്ങൾ വൈകിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു. ഇവിടെ ബോംബെയിലായതുകൊണ്ട് ഈ പറയുന്ന ഉപാസന നാട്ടിലുള്ള പോലെയൊന്നും സാധിക്കുകയില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന ആ പുണ്യപ്രവർത്തികളുടെ ഫലം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും സത്സന്താന സൗഭാഗ്യവും ധനധാന്യ സമൃദ്ധിയും സർവകാര്യസിദ്ധിയും സർവൈശ്വര്യവും നൽകണമെന്നും, അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് നല്ല വരുമാന മാർഗം ഉണ്ടാക്കി അവർക്ക് ഉത്തമമായ സംസ്കാര സമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ അതിൽ യഥാസമയം വരുമാന വർധന ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി, ഐക്യമത്യം, ഐശ്വര്യം എന്നിവ ഉണ്ടാകുവാനും, എല്ലാവരുടെയും ജീവിതത്തിലും ഏത് സമയത്തും സുരക്ഷിതത്വം ഉണ്ടാകാനും, അത് വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാകട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിനും മറ്റും ചെയ്യുന്ന യാത്രകളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ എപ്പോഴും ആ ഒരു ദേവതകളുടെ പ്രപഞ്ചശക്തിയുടെ സുരക്ഷിതത്വം ലഭിക്കുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവതകൾ, കുലദേവതകൾ, ഗ്രാമദേവതകൾ, ഇഷ്ടദേവതകൾ, ഗുരുപരമ്പരകൾ, ഉപാസനാമൂർത്തികളുടെ എല്ലാം അനുഗ്രഹത്താൽ എല്ലാവർക്കും, പിതൃക്കന്മാരുടെ എല്ലാം അനുഗ്രഹത്താൽ എല്ലാവർക്കും സദാ സർവദാ സർവത്ര പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, മനസ്സ വാച കർമ്മണ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ 100 മേനി പ്രതിഫലം പരാശക്തി ആദിപരാശക്തിയിൽ നിന്നും അല്ലെ പ്രപഞ്ചശക്തിയിൽ നിന്നും അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ദേവതകളിൽ നിന്നും എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും എൻ്റെ ഉപാസനാമൂർത്തികളോട് ഗുരുപരമ്പരകളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.